വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. മിക്കപ്പോഴും അല്ലാതെയല്ലേ വോയിസ് എടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനെ വോയിസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? ഇന്ന് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്. ആദ്യം മലക്കറി വാങ്ങിക്കണം, മീൻ വാങ്ങിക്കണം. നമ്മൾ മലക്കറി വാങ്ങിക്കാൻ പോണു. 12 മണിയാ? അതൊന്നും ഞാൻ പറയില്ല. മലക്കറി വാങ്ങിക്കാൻ പോകണം, മീൻ വാങ്ങിക്കാൻ പോകണം, പിന്നെ കടയിലോട്ട് പോകണം. എന്തോ പറ്റി? ആദിച്ചിയായത്. അപ്പം അങ്ങോട്ടേക്കൊക്കെ പോകണം കേട്ടോ. അപ്പം മോനൂട്ടനെ കൂടെ മലക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. രാവിലെ ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പം കുറേ നാളായെന്നല്ല, ഇപ്പം റെയറായിട്ടാണ് ഇപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിക്കുന്നത് കേട്ടോ. മറ്റേത് എപ്പോഴും നല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ പുട്ടാണ് എപ്പോഴും. ഇഡ്ഡലി സാമ്പാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം. വന്നാ ഇല്ലേ? ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക് കേൾക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഗേറ്റ് തുറന്നില്ല. രാവിലെ അടുക്കളയിൽ കയറിയപ്പോഴാണ് സാമ്പാർ വയ്ക്കാൻ സാധനങ്ങളില്ലെന്ന് മനസ്സിലാകുന്നത് കേട്ടോ. പിന്നെ വിചാരിച്ച് എന്തായാലും അത് വാങ്ങിക്കാൻ പോവുകയല്ലേ, മീനും കൂടെ വാങ്ങിക്കാമെന്ന്. എൻ്റെ സ്കൂട്ടി അത്രയും റബ്ബറിൻ്റെ പൊടിയാണ് കേട്ടോ. പൊടി മീൻസ് പൂവാണ് പൊഴിഞ്ഞു വീണിരിക്കുന്നത്. ഓരോ സമയവും ഓരോന്നാണ് പൊഴിയുന്നത്. ആദ്യം റബ്ബറിൻ്റെ കായാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇലയായിരിക്കും, പിന്നെ ഇല പൊഴിഞ്ഞു പോയി തിളിർത്ത് വരണ പച്ച തളിരില ഉണ്ടാവും, അത് പൊഴിയും, പിന്നെ പൂവ് പൊഴിയും. ഇത്രയും മാറ്റങ്ങൾ റബ്ബറിനുണ്ടെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ നേരെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. എൻ്റെ സൗണ്ട് അടങ്ങിയിരിക്കുന്നത് അല്ല, രാവിലെ ഉറക്കം എണീറ്റിട്ട് ആ ഒരു ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം മീൻ വാങ്ങിക്കാൻ ചെന്ന സമയത്ത് മോനൂട്ടന് ചാള വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് സാമ്പാറല്ലേ വെക്കുന്നത്, അപ്പം ഫ്രൈ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന്. അപ്പം ചെറിയ മീനായാലും കുഴപ്പമില്ല. വലിയ മീനാണെന്നുണ്ടെങ്കിൽ അത് കറി വയ്ക്കാൻ പാകത്തിനല്ലേ. അപ്പം ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചാള പറഞ്ഞു. ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. ഇവിടെ കൊച്ചുനാൾ മുതലേ ഞാൻ വന്നിട്ടുള്ള അമ്പലമാണ്. ഇപ്പോൾ കുറേ നാളായി വന്നിട്ട്. അപ്പോൾ അവിടെ ഉത്സവം തുടങ്ങി, ഒരു ദിവസം പോകണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കൂടെ നല്ല രീതിയിൽ കേൾക്കുകയാണ് കേട്ടോ. അതാ ഈ കടയിൽ നിന്നപ്പോഴത്തേക്ക് ആ സൗണ്ട് കാരണം എൻ്റെ ചെവി പൊട്ടുന്നുണ്ടായിരുന്നു. മോനോട്ടിന് രാവിലെ ഈ കുപ്പിയിൽ മിഠായി ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും അവന് കമ്പ് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളമായിട്ട് ഒരിടം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. എനിക്കിങ്ങനെ രാവിലെ മിഠായി വാങ്ങിച്ചു കൊടുക്കുന്നത് ഇഷ്ടമേ അല്ല. പിന്നെ നിർബന്ധം പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ആൾ ഭയങ്കര മിഠായി തീറ്റിയൊന്നുമല്ല. ആൾക്ക് ഈ പുഴുപ്പല്ല് അങ്ങനത്തെ പരിപാടിയൊന്നും വന്നിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ആൾക്കങ്ങനെ മധുരം ഇഷ്ടമല്ല. റെയറായിട്ട് മാത്രമേ കഴിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ അലുവ കൊടുത്താലും ഈന്തപ്പഴമൊന്നും കൊടുത്താൽ പോലും കഴിക്കത്തില്ല. ആൾക്ക് തോന്നുന്ന സംഭവം ചിലപ്പോൾ കഴിക്കുന്നേ ഉള്ളൂ, അല്ല നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഫുള്ള് കഴിക്കത്തൊന്നുമില്ല കേട്ടോ. അമ്മ ഇറങ്ങാൻ നേരത്ത് പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടാണ് ഇറങ്ങിയത്. തടിയങ്കായും പീയണിക്കയും വാങ്ങണ്ട, അത് ഇവിടെ കിടന്ന് അഴുവാൻ വേണ്ടിയിട്ടല്ലേ, എന്തിനു വാങ്ങണേന്ന്. പക്ഷേ ഞാൻ തടിയങ്ക വേണ്ടാന്ന് പറഞ്ഞു, പീയണിക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പീയണിക്ക് അത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് പാത്രത്തിലാക്കി വയ്ക്കാത്തത് കൊണ്ടാണ് അങ്ങനെ അഴുവുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ ചില തിരക്ക് കാരണം എന്ത് ചെയ്യും, നമ്മൾ ആ മലക്കറിയുടെ കൂട്ടത്തിൽ തന്നെ ഇടും. പക്ഷെ കരുവാട് കറിക്കൊക്കെ പീയണിക്ക ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അതുകൊണ്ട് ഞാൻ പീയണിക്ക് കിടക്കട്ടെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ എന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് ജോലിക്ക് പോകണം, മോനിട്ടരോടെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടോ. കുറച്ച് നാളത്തേക്ക് ഞാൻ അങ്ങനെ ഒരു പരാതിയും പറഞ്ഞു വരത്തില്ല. കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്തതിൻ്റെ കാരണവും എന്താണ് എന്നൊക്കെ എല്ലാം ഞാൻ വരുന്ന ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതിൽ ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇത് അല്ലാതെ അടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്തുകൊണ്ട് എല്ലാം നിങ്ങളെല്ലാ സംശയത്തിനും ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, റിസൈൻ ചെയ്തല്ലേ, അപ്പോൾ റിസൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള നല്ല വരുമാനം പ്രതീക്ഷിച്ചായിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇന്നിപ്പം അതായത് തലേദിവസം ഞാൻ റിസൈൻ ചെയ്തു. ഇന്ന് പോലെ ഈ വീഡിയോ എടുക്കുന്ന ദിവസം മുതൽ എനിക്ക് ജോലിക്ക് പോകണ്ട. എനിക്ക് മേക്കപ്പ് വർക്കുകൾ മാത്രമുള്ളപ്പം പോയാൽ മതി, അല്ലാതെ സലൂണിൽ പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ആണ്. അപ്പോൾ സാധാരണ സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ പാർലറിൽ നിന്ന് ഇറങ്ങാൻ കൂടി പറ്റത്തില്ല. എങ്ങനെയൊക്കെ വിചാരിച്ചാലും എനിക്ക് ലീവ് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇന്നിപ്പോൾ പോകണ്ട. മോനോട്ടനോട് ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ്റെ കൂടെ ഇരിക്കുന്നതാണ് അവന് ഏറ്റവും കൂടുതൽ സന്തോഷം.
ഞാൻ ഇപ്പോൾ ഒരു കുഞ്ഞ് ഇഡ്ഡലി ഇട്ടില്ലേ, അത് മാവ് അധികം വന്ന സമയത്ത് അമ്മ ഒരു ഗ്ലാസ്സിൽ തട്ടിലങ്ങ് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് മോനോട്ടിന് മിക്കവാറും ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആൾക്ക് കുഞ്ഞൻ സാധനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. കുഞ്ഞൻ പഴം, കുഞ്ഞൻ ദോശ, കുഞ്ഞനപ്പം, പിന്നെ മിക്ക കാര്യങ്ങളും ചെറുത് ആണ് അവന് ഇഷ്ടം. വലിയതായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു മലക്കറിയൊക്കെ വാങ്ങിച്ച് വെച്ചത് എല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കാമെന്ന്. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. ഒന്നാമത് നമ്മളിവിടുന്ന് 100 രൂപയ്ക്ക് മലക്കറി വാങ്ങിച്ച് കഴിയുക. ഞാനും അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കറികളൊക്കെ വച്ച് കഴിഞ്ഞാലും പാഴായി പോകും. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും വയ്ക്കത്തില്ല. വെച്ചാൽ ഞാനങ്ങനെ മലക്കറി ഇങ്ങനെ കഴിക്കുന്ന ടൈപ്പും അല്ല കേട്ടോ. സാമ്പാറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബാക്കിയെല്ലാം എനിക്ക് വലിയ പാടാണ്. അവിയലായാലും തോരനാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം. അതുകൊണ്ട് തന്നെ മലക്കറി ഒരുപാട് ദിവസം ഇരിക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാം സെപ്പറേറ്റ് നമ്മളിപ്പോൾ കവറിലോ ചിലരൊക്കെ ടിന്നിലൊക്കെ ഇട്ട് വെക്കണത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും എന്നുള്ളതാണ് സത്യം. ഈ പച്ചമുളകിൻ്റെ തണ്ടെല്ലാം എടുത്ത് കളഞ്ഞിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ. അത് സെപ്പറേറ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെണ്ടയ്ക്കയൊക്കെ അതിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ മലക്കറിയുടെ കാര്യം പറയണ്ട. 3 ദിവസം കഴിയുമ്പോഴേ വെണ്ടയ്ക്കയുടെ കൂടെ കിടക്കണതിനെല്ലാം അത് അഴിയിപ്പിച്ചോളും കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു തട്ടെല്ലാം കഴുകി എല്ലാം സെപ്പറേറ്റ് ആക്കി വയ്ക്കാമെന്ന്. കാരണം എനിക്കിന്നിപ്പോൾ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. മറ്റതങ്ങനെയാണോ, വാലിന് തീ പിടിച്ച് കിടക്കും ഓട്ടമാണ്. വീട്ടിലെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. എല്ലാം ഇട്ട് കളഞ്ഞിട്ടാണ് ഇറങ്ങി ഓടുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഒരു സങ്കടം ഇല്ല. അമ്മ അപ്പോഴും അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ പീണിക്ക വാങ്ങിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവൾ ഉടനെ പോയി മേടിച്ചുകൊണ്ട് വന്നേക്കണം, അതെന്തിനാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, കട്ട് ചെയ്ത് വയ്ക്കാം, എന്നിട്ട് കരിവാട് നമുക്ക് വാങ്ങിക്കുന്ന സമയത്ത് കറി വയ്ക്കാം. അപ്പോഴോട് ഞാൻ കരിവാട് ഇവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നീ കറി വയ്ക്കാൻ സമ്മതിക്കില്ലല്ലോ, പൊരിക്കാനല്ലേ സമ്മതിക്കത്തുള്ളൂ. കാരണം എനിക്ക് പൊരിക്കാനാണ് ഇഷ്ടം കേട്ടോ. മോനോട്ടനും അതേപോലെ തന്നെയാണ്. പിന്നെ ഈ പീണിക്ക എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത ആ ഒരു ഇതില്ലേ, എന്താ പറയുക, ആ നാര് കണക്കിരിക്കണത് അരി കണക്കിരിക്കണതുമല്ല, അതെടുത്ത് കളയണേ. അതെടുത്ത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി, ഒരുപാട് ചെറുതാക്കരുത്, ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി ഒരു അടപ്പ് പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 ആഴ്ച 3 ആഴ്ചയോളം ഇരിക്കും കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം. ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ് കേട്ടോ. ഞാൻ വേറെ എങ്ങൊന്നും കോപ്പി അടിച്ചതല്ല, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചാണ്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചപ്പോൾ എനിക്കത് ഒരുപാട് നാൾ ഇരുന്നായിരുന്നു. അതിനുശേഷം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതിയെന്ന്. ഇപ്പം അടുക്കളയൊക്കെ മെസ്സി ആയിട്ട് കിടക്കുകയാണ്. കാരണം ഇതെല്ലാം പറക്കി ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിച്ചു വാരി ഇട്ടിരിക്കുന്നതാണ്. നോർമലി അങ്ങനെ അടുക്കള വലിയ കുഴപ്പമില്ലാതെ കിടക്കണം. കാരണം അമ്മ എപ്പോഴും ഫുഡൊക്കെ വെച്ചതിന് ശേഷം അവിടെ ക്ലീനാക്കി ഇടാറുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഒന്ന് സെറ്റാക്കാറുണ്ട് കേട്ടോ. കുറേ തുണികൾ മടക്കി വയ്ക്കാറുണ്ട്, കുറേ തുണികൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. പിറ്റേ ദിവസം ഞാൻ വർക്കിന് പോവും. സൺഡേ, ഇതിപ്പോൾ സാറ്റർഡേ അല്ലേ വീഡിയോ എടുക്കുന്നത്, സൺഡേ എനിക്ക് വർക്കിന് പോകണം. രാവിലെയല്ല, ഉച്ച തൊട്ട് വർക്കുണ്ട്. പിന്നെ മൺഡേ തിരിച്ചെത്തത്തുള്ളൂ. കുറച്ചൊരു ലോങ് യാത്രയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും വിശേഷങ്ങളുമായിട്ടൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് പോകണം എന്നുള്ളത് കൊണ്ട് കുറേ ജോലികൾ എനിക്ക് വീട്ടിൽ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരുമ്പോഴത്തേക്കും വീടിങ്ങനെ മെസ്സിയായിട്ട് വരണം ഇഷ്ടമല്ല. പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടിയും വരും. പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് അതങ്ങനെ ഒതുക്കി വെച്ചിട്ട് പോകണതാണ് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യം കേട്ടോ. അപ്പോൾ തറ തുടയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. തൂത്ത് വലയടിച്ച് തറ തുടയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം നടക്കുന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് പെട്ടെന്ന് വയ്യാതെയാവും. കാലിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നട്ടലിന് പ്രശ്നമുണ്ട്. ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ സിസേറിയൻ ചെയ്യുമ്പോഴത്തേക്ക് സിസേറിയൻ ചെയ്യുമ്പോഴാണ് നടുവേദന എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, നോർമൽ ഡെലിവറിക്ക് നടുവേദന വരാറുണ്ട്. സിസേറിയന് പിന്നെ കുറച്ചുകൂടെ എക്സ്ട്രാ വരാറുണ്ട് കേട്ടോ. കുറച്ചൊന്ന് കുനിഞ്ഞ് മുറ്റം തൂത്ത് കഴിഞ്ഞാൽ എൻ്റെ നടു ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഒരാളുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരുന്ന അവസ്ഥയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് നടുവേദനയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ജോലിയും ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ അഹങ്കാരവും പിറ്റേ ദിവസം എണീക്കാൻ പറ്റാതിരിക്കാനുള്ള ഒരു വലിയ വഴിയായിരിക്കും ഞാൻ ഒരുക്കി വയ്ക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ജോലികളൊക്കെ തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച്. പണ്ടും എൻ്റെ ഏറ്റവും വലിയൊരു വില്ലെന്ന് പറയുന്നത് ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ക്ലീൻ ആവാനാണ്. ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ
അങ്ങനെ ഒതുക്കി അങ്ങനെ വലയടിച്ചൊക്കെ നടക്കണം. ഒന്നും നടക്കാത്തത് കൊണ്ട് നമ്മൾ ആഴ്ച ഒരിക്കലെങ്കിലും വൃത്തിയാക്കി ഇടണം. ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇരട്ടി പണിയാവും കേട്ടോ. മടിയൻ മല ചുമക്കും എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോകും. അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ പറക്കി വയ്ക്കും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ സെപ്പറേറ്റ് കവറിൽ പറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ ഇരിക്കും മലക്കറി. അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം മോനൂട്ടനെ പല്ല് തേപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഇവിടെ ഭയങ്കര കാറ്റ് കേട്ടോ. ഒരു 9 മണി സമയമേ ആയിട്ടുള്ളൂ. ഇവിടെ ഭയങ്കര കാറ്റ്. ഇത്രയും കാറ്റ് സാധാരണ 11-12 മണി സമയമൊക്കെ ആകുമ്പോഴാണ് ഇത്രയും കാറ്റ് വരുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇത്രയും കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് വരുമ്പോഴത്തേക്കും ഉള്ളൊരു സുഖമുണ്ടല്ലോ. അങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ രാവിലെയും നല്ല കാറ്റാണെന്ന്. ഞാനൊരു നൊസ്റ്റു ഭ്രാന്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഭയങ്കര നൊസ്റ്റു ഭ്രാന്തിയാണേ. അതുകൊണ്ട് തന്നെ ആ കാറ്റും അവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണല്ലോ, ആ പാട്ടും കൂടെ കേട്ടപ്പോഴത്തേക്ക് എൻ്റെ പൊന്നി എന്തൊരു ഫീലാണെന്ന് അറിയാമോ. പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അത് ഈ അമ്പലങ്ങളിൽ പണ്ടിടുന്ന പാട്ടില്ലേ, അതുകൂടെ കേൾക്കാൻ എൻ്റെ പൊന്നു. പുതിയ പാട്ടുകളല്ല, പഴയ പാട്ടുകൾ. ഒയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ മോനോട്ടിനെ കാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ചെക്കന് കുഞ്ഞ് ഇഡലി ഇഷ്ടപ്പെടുമെന്ന്, അതേപോലെ തന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്. അങ്ങനെ മോനോട്ടിന് കാപ്പി കൊടുത്തിട്ട് ഞാനും കൂടെ കാപ്പി എടുക്കാമെന്ന് വിചാരിച്ച് 4 ഇഡലി ഞാൻ വെച്ചത് ഒരെണ്ണം മോനോട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കുഞ്ഞ് ഇഡലി ഇനിയും ചോദിക്കും. അപ്പോൾ ആകെ ഒരൊറ്റ കുഞ്ഞ് ഇഡലി ഉണ്ടായിരുന്നുള്ളൂ. അത് മാവ് അധികം വന്നുകൊണ്ട് അമ്മ വീഴ്ത്തിയതായിരുന്നു ചെറിയൊരു കിണ്ണത്തിൽ. അപ്പോൾ ഇനിയും ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇഡലി ഇനി വേവിക്കാനൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരൊറ്റ ഇഡലി എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അവനറിയാമെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ എന്തിനാണ് എടുത്ത് തിരിച്ചിടേണ്ടതെന്ന് അറിയാമോ? വെണ്ടയ്ക്കയാണ്. എനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് തിരിച്ചിട്ടതാണ്. എന്തിനാണ് എടുത്ത് കളയണേന്ന് വിചാരിച്ചിട്ട്. അതിൽ കിടന്ന അമ്മയെങ്കിലും അങ്ങ് തിന്നോലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് തിരിച്ചിട്ടത്. അങ്ങനെ പക്ഷേ നല്ല സാമ്പാറും ഇഡ്ഡലിയായിരുന്നേ. ഇഡ്ഡലിയുടെ മാവ് വെളിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു, അമ്മ മേടിച്ചുകൊണ്ട് വന്നതാണ്. സാമ്പാർ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. സാമ്പാറിൽ പുളി വീത്തരുത്. സാമ്പാറിൽ പുളി വീത്താതെ തക്കാളിക്ക് മാത്രം ഇട്ട് സാമ്പാർ വെക്കണം കേട്ടോ. ബാക്കിയുള്ള പൊടികളും അതിൻ്റേതായിട്ടുള്ള കണക്കിന് ഇടണം. അപ്പോൾ തക്കാളിക്ക് മാത്രം ഇട്ട് നിങ്ങൾ സാമ്പാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഷോർട്സിലാണ് ഇട്ടിരുന്നത്. വസുട്ടനും ഫുഡ് പോയ്സണായി ആൾ ഭയങ്കര സീനായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങളൊക്കെ പേടിച്ചു പോയി. അപ്പം ആൾക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ആൾ ഫുഡ് എടുക്കുന്നത് വലിയ പാടായിരുന്നു. കാരണം അത്രത്തോളം വീക്കായിപ്പോയി. അപ്പോൾ ആരായാലും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വലിയ പാടായിരുന്നു. ഇപ്പോൾ പിന്നെ കുറേശ്ശെ കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സോപ്പിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. ഇന്നത്തെ കാപ്പി ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെത്താനെ വാരി കഴിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പിറകെ കൊണ്ട് ഓടേണ്ടി വരും കേട്ടോ. ഞങ്ങളിപ്പോൾ ചിരിച്ചത് എന്തെന്നറിയാമോ, ഈ വീഡിയോ അതായത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുകയില്ലേ, അപ്പം ഞാൻ എന്തായാലും സാമ്പാറിൻ്റെ കാര്യം മിക്കവാറും പറയും എന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അമ്മയോട് ചിരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിച്ച ഫുഡൊക്കെ ദഹിക്കുന്ന ഒരു പരിപാടിയിലോട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം പാത്രങ്ങൾ കഴുകി വയ്ക്കുക എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. പക്ഷെ എന്തായാലും നമ്മൾ പാത്രങ്ങൾ കഴുകി വെച്ചല്ലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടും കേട്ടോ. പിന്നെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു, കുറേ പാത്രങ്ങൾ അങ്ങനെ മെസ്സി ആയിട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു. അമ്മ ഈ സമയത്ത് കാപ്പി കുടിക്കാനോ അങ്ങനെ കണ്ടാൽ പോയി. പിന്നെ മീനൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അമ്മ കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എനിക്കിനി അടുക്കളയിൽ കുറച്ച് പരിപാടിയുണ്ട്, കുറച്ച് ക്ലീനിങ്ങും പരിപാടികളുമാണ്. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തുടച്ച്, അതായത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് പിന്നെ അടുക്കളയിൽ കയറണില്ല. പിന്നെ കുക്കിംഗ് പരിപാടിയിലോട്ട് ഞാൻ കയറണില്ല. ഞാൻ കുറച്ച് തുണികളൊക്കെ പറക്കി ഒതുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അമ്മ മീനൊക്കെ കണ്ടിച്ച് വന്ന സമയത്ത് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ 2-3 ജനാലേക്ക് ഞാൻ തുറന്നിടേ. അങ്ങനെ അമ്മ കിടന്ന് അലയ്ക്കും. അങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് അത്രയും പോവും, അടുപ്പത്ത് നേരെ ചെയ്ത് തീ കത്തത്തില്ല എന്ന് കാറ്റടിച്ചിട്ട്. പക്ഷേ എനിക്ക് വെട്ടം കാണുന്നതാണ് ഇഷ്ടം. എനിക്ക് വെട്ടം കാണാതിരിക്കണം എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. മാക്സിമം ഒരു 2 ജനാലെങ്കിലും ഞാൻ തുറന്നിടാറുണ്ട്, ചിലപ്പോൾ 3 ജനാലയും തുറന്നിടാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ വെച്ചതിന് ശേഷം നേരെ തുണികൾ മടക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നു. കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ തുണികൾ മടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് മോരുട്ടൻ്റെ ബക്കറ്റാണ്. എടാ ഒന്ന് തുണികൾ മടക്കടാന്ന് പറഞ്ഞതാണ് കേട്ടോ. അവ മടക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ തുണികളെല്ലാം കൊണ്ടുവന്ന് സെറ്റിയിൽ കൊണ്ടുവന്ന് ഇട്ടതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ടി വിയും കൂടെ കണ്ട് മടക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ടി വിയിൽ സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായി. ഒരു സിനിമയൊന്നും പൂർണ്ണമായിട്ട് ഞാൻ ടി വിയിൽ കണ്ടിട്ട് കൂടിയില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കണ്ടിട്ടത് തിയേറ്ററിൽ പോയിട്ട് എങ്ങാണ്ടാണ് ലാസ്റ്റ് ഞാനും അമ്മയും കുഞ്ഞും കൂടെ സിനിമ കാണുന്നത്. അതിന് ശേഷം ഒരു സിനിമയോടെ ഞാൻ കണ്ടു. അല്ലാതെ
അന്ന് മേക്കപ്പിന് പോയ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ സിനിമ കണ്ടു. അല്ലാതെ ഞാൻ സിനിമ കാണുന്ന പരിപാടിയേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ തുണികൾ മടക്കണ സമയത്ത് ഒരു സിനിമ കുറേശ്ശെയെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. കൊച്ചി രാജാവ് സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ട്രാജഡി ഒന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് ഭാഗം ട്രാജഡി ഉണ്ടല്ലോ, അതൊന്നും എനിക്കിഷ്ടമല്ല. കോമഡി രംഗങ്ങൾ മാത്രം കാണും കേട്ടോ. അങ്ങനെ അതപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊരു ഒരു പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ജോലികളുടെ ദീർഘം അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ ഹെവി നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ജോലികളൊക്കെ ചെയ്ത് തീർക്കുന്നതാണ് എനിക്ക് തോന്നിയത്. സത്യം ഞാൻ കുറേ തുണികൾ ഞാൻ പോലും അറിയാതെ അങ്ങ് മടക്കി വെച്ചു കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുറച്ച് തുണികളില്ലേ, അത് മോനോട്ട് മടക്കിയതാണ്. പിന്നെ ബാക്കിയുള്ള പരിപാടികളിലാണ് അവ കുറച്ച് കുസൃതിയൊക്കെ കാണിച്ചത്. അങ്ങനെ കുറേ തുണികൾ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് മടക്കി വെച്ചു. ഇനിയും ഉണ്ട്, ഇത് മാത്രമല്ല തുണികൾ കേട്ടോ, കുറച്ച് തുണികളോട് അകത്തിരിപ്പുണ്ട്. അപ്പോൾ അതുകൂടി മടക്കണം. പിന്നെ മുകളിൽ കുറച്ച് തുണികൾ കഴുകി ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10-20 ദിവസമായി ഞാൻ തുണികൾ മടക്കിയിട്ട് കേട്ടോ. കഴിവും കൊണ്ടുവന്ന് ഈ പറയും പോലെ കട്ടിലോ കസീരയിലോ തൽക്കാലം കൊണ്ടുവന്ന് വയ്ക്കും, പിന്നീട് മടക്കാമെന്ന് വിചാരിക്കും. കാരണം എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടും എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും കേട്ടോ. ഒരു ദിവസം രാവിലെ തൊട്ടേ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. ഒരു ദിവസം രാവിലെ വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ബാക്കി അല്ലാത്ത സമയം വർക്കിനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല. എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ വരുന്നത്. കാരണം രാത്രി 8 മണി രാവിലെ നിൽക്കുന്ന സമയമാണ്. രാവിലെ ചിലപ്പോൾ 10 മണിയോട്ട് നിന്ന് തുടങ്ങുമ്പോൾ രാത്രി 8 മണി വരെയും നമ്മൾ അതേ നിൽപ്പായിരിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ കസേരയായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ വെളിയിലത്തെ തുണികളൊക്കെ മടക്കി വെച്ചു. ഇനി അകത്തെ തുണികളാണ്. ഈ അകത്തെ തുണികളെന്ന് പറയുന്നത് അലമാരയിൽ ഇരിക്കുന്ന തുണികളാണ്. അപ്പോൾ അത് ഓരോന്നും എടുത്ത് അടിയിനെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് മെസ്സി ആയിട്ടൊക്കെ ഇരിക്കും മീതെ ഉള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു മാതിരിയാണ്. അപ്പോൾ സമയമുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എല്ലാം കൂടെ വലിച്ച് വാരിയിട്ട് അത് നല്ല രീതിയിൽ വീണ്ടും മടക്കി അകത്ത് വയ്ക്കും കേട്ടോ. എന്നിട്ട് എന്തിനാണ് പിന്നെയും തിരക്ക് പിടിച്ച ദിവസം ഞാൻ എന്ത് ചെയ്യുക, അടിയിൽ നിന്ന് എടുക്കുക. അപ്പോൾ വീണ്ടും മെസ്സിയാവും, പിന്നെയും മടക്കും. എന്നാലും കുഴപ്പമില്ല, എനിക്ക് കുറച്ച് ദിവസമെങ്കിലും അലമാര വൃത്തിയായിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മടക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് കേട്ടോ നേരെ ശ്രദ്ധിക്കുന്നത്, ആലോചിക്കുന്നത്. കാരണം മോനോട്ട് എൻ്റെ പിറകെ വാല് കണക്ക് നടക്കുകയാണ്. ഞാൻ എവിടെ പോകുന്നുണ്ടോ അത് എൻ്റെ പിറകെ സത്യം പറയാലോ എനിക്കൊക്കെ ചിരി വരെയാണ്. അത്രയ്ക്ക് വാല് കണക്ക് നടക്കുകയാണ് കേട്ടോ. കാരണം അമ്മ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ ജോലിക്ക് എന്ന് വിചാരിച്ച് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പിറകെ നടക്കുന്നതാണ്. അപ്പം ഞാൻ എല്ലാം പറക്കി ഒതുക്കി നിൽക്കണതിൻ്റെ ഇടയിൽ അതിൻ്റെ നടുക്ക് കയറി കിടക്കണത് കണ്ടല്ലോ. ഞാൻ എന്നിട്ട് വാഷ്റൂമിൽ എങ്ങനെ ഇടയ്ക്ക് പോയാലേ ആൾ പോയി ഉടനെ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുക, അച്ചാച്ചാ അമ്മ എവിടെ പോയി, അമ്മ ജോലിക്ക് പോയാ എന്ന് ചോദിക്കും കേട്ടോ. ആൾക്ക് അത്രയ്ക്ക് എന്നെ വിശ്വാസമാണ്. അങ്ങനെ ഞാൻ നിൽക്കുന്ന നിപ്പിലൊക്കെ പിറകെ സൈഡിൽ കൂടെ ഓടിക്കളയും കേട്ടോ. അത് പണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ. അങ്ങനെ കുറേ തുണികൾ എൻ്റെ പൊന്നെ മടക്കി എൻ്റെ ഊപ്പാട് വന്നു കേട്ടോ. ഇതാണ് ചെയ്യേണ്ടത്, ജോലികൾ അന്നൊന്ന് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ അന്നൊന്നും ചെയ്യാൻ നടക്കാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ പണിയാവാറുണ്ട്. ഈ ബേസ്ബോർഡ് വെട്ടിയില്ലേ, അതിൽ എൻ്റെ വീട്ടിൽ ഡ്രസ്സുകളാണേ. അതെനിക്ക് കളയാൻ ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ബേസ്ബോർഡ് വെട്ടി ഒരു പരുവമായി കേട്ടോ. എന്നിട്ടും ഞാൻ അത് കളയുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും അത് മാറ്റണമെന്നുണ്ട്. കാരണം അല്ലാതെ മീഷോയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ചെറിയ അത് വാങ്ങിച്ച് ഈ ഡ്രസ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്, അത് വാങ്ങിക്കണമെന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും 1-2 സ്ഥലത്ത് പോകാനുണ്ട്. ഒന്ന് പാല് വാങ്ങിക്കാൻ പോകണം, പിന്നെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോകണം. അങ്ങനെ മോനോട്ട് എൻ്റെ കൂടെ ചാടി ഇറങ്ങി. ഇല്ല അമ്മ ഞാനും വരുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ നിർബന്ധിച്ച്, എടാ നീ വീട്ടിൽ നിൽക്കി, ഞാൻ ഇപ്പോൾ വരെ മുട്ടായി മേടിച്ചുകൊണ്ട് വരാമെന്ന്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ വയ്യാത്തതല്ലേ കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം സൊസൈറ്റിയിലോട്ട് വന്നതാണ്. ഇവിടെ ആദ്യം പാല് വാങ്ങിക്കാറുണ്ടേ. 56 രൂപയേ ഉള്ളൂ സൊസൈറ്റിയിൽ പാല്. നമ്മൾ വെളിയിൽ നിന്ന് ഒരു കവർ പാല് വാങ്ങിക്കുമ്പോൾ 28 രൂപയാണ്. അതല്ലാതെ ഫാമിൽ പോയി ഞാൻ പാല് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാലിന് 30 രൂപയാണ്. അപ്പോൾ അതിനേക്കാൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടി നമുക്ക് ലാഭം. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് വേറെ 1-2 കടകളിൽ പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പോക്കം നടന്നില്ല, മോനോട്ട് ഉള്ളത് കൊണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് തീർത്തതിന് ശേഷം പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് ഒരു 4-5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് പിറ്റേ ദിവസം ഒരു ലോങ് പോകണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ അത് നേരെ വീട്ടിലോട്ട് വന്നു. ചായയൊക്കെ ഇട്ട് കുടിച്ച് സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം
ഇതാ മുറ്റം തൂക്കാൻ വേണ്ടി വന്നു. മുറ്റം തൂക്കാൻ പറഞ്ഞാൽ ഇപ്പം കറൻ്റ്ലി ഉള്ളതെന്ന് പറയുന്നത് റബ്ബറിൻ്റെ ഇല പൊഴിയുന്നതാണ് കേട്ടോ. ആദ്യം റബ്ബറിൻ്റെ അതായത് എന്താണ് നല്ല ഇല പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം അതാ തളിരിലയാണ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കൊണ്ട് തൂത്ത് അട്ടപ്പളവും തുറപ്പയൊക്കെ ഒരു പരുവായിട്ടോ. ഇനി ഒരു പുതിയ തുറപ്പയൊക്കെ വാങ്ങിക്കണം. ഇതിനിടയിൽ കിട്ടു കുസൃതി കാണിച്ചത് ഞാൻ ഇപ്പോഴാണേ കാണുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണേ കാണുന്നത്. ദാ അവിടെ നിന്ന് കവറും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കണ്ടത്. തൂക്കുന്ന സമയത്ത് കിട്ടു ഭയങ്കര കുസൃതിയാണ്. അങ്ങനെ അവിടെയൊക്കെ തൂത്ത് വാരിയിട്ടു. ഇപ്പോൾ രാവിലെ വൈകുന്നേരം തൂക്കേണ്ട അവസ്ഥയാണ്. ഇതിനേക്കാളും മോശമായിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ മുറ്റം തൂക്കുന്ന സമയത്ത് അമ്മ ദാ ഹാള് തുടയ്ക്കുന്നുണ്ടായിരുന്നു. തുടയ്ക്കുകയല്ല, കഴുകി ഇറക്കുന്നുണ്ടായിരുന്നു. കാരണം നിറയെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ കുറച്ച് കഴുകി ഇറക്കിയോണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാനും കൂടെ ബാക്കി ചെയ്തു. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ നടുവിന് നല്ല സുഖമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസമായിരുന്നു നടുവിന്. പിന്നെ അവിടെയൊക്കെ ഫുള്ള് അമ്മ കുറച്ച് സർഫൊക്കെ ഇട്ടിട്ടാണ് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കഴുകി ഇറക്കിയത്. കാരണം നമുക്കിപ്പോൾ സിറ്റ് ഔട്ട് ഇല്ലാതെ ഡയറക്റ്റ് ഹാളിലോട്ടാണ് കയറുന്നത്. അപ്പോൾ അത്രത്തോളം, അത് പഴയ വീട്ടിലും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രത്തോളം പൊടിയും അഴുക്കും ഒക്കെ അകത്തോട്ട് കയറും. പോരാത്തതിന് നമുക്ക് മാറ്റൊന്നും ഫ്രണ്ടിൽ ഇടാൻ പറ്റത്തില്ല കിട്ടുവിനെ. കാരണം കിട്ടു എല്ലാം എടുത്ത് കടിച്ചില്ലാതാക്കി കളയും കേട്ടോ. അതുകൊണ്ട് ഫ്രണ്ടിൽ മാറ്റൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആകെ കൂടെ ഇടാൻ പറ്റുന്നത് ബാക്കിൽ മാത്രമാണ്. ബാക്കിൽ അമ്മയെ പേടിച്ച് കിട്ടു വരാറുമില്ല. ഫ്രണ്ടിൽ മിക്കപ്പോഴും ഫ്രണ്ടിൽ കയറി ഇരിക്കും കേട്ടോ. അപ്പോൾ അത്രത്തോളം പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ഏകദേശം ഫുള്ള് റൂമും തുടയ്ക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ നേരമൊക്കെ ഇരുട്ടി ഏകദേശം ഞാൻ തളർന്നു. ഇനി ബാക്കിയുള്ള റൂമുകളെല്ലാം വേറെ ദിവസങ്ങളിൽ തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് കരുതി. എല്ലായിടവും തൂത്ത് വല അടിച്ചിട്ടുണ്ട്. ഇനി തുടച്ചാൽ മാത്രം മതി കേട്ടോ. ക്യാമറ ഓഫായിരുന്ന സമയത്ത് ഇവിടെ വെള്ളം കിടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ക്യാമറ ഓഫായിരുന്നു. ആ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് പറ്റിയിരുന്നില്ല. ഞാൻ വീഴുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ പൊത്തോന്നും പറഞ്ഞ് വീണു. എൻ്റെ ഷോൾഡർ, നമ്മുടെ ഹിപ്പ് എല്ലാം കൂടി ഇടിച്ചൊരൊറ്റ വീഴ്ചയായിരുന്നു കേട്ടോ. ആ സമയത്ത് വീഡിയോ കോൾ ചെയ്യായിരുന്നു ഏട്ടൻ. അപ്പോൾ ഞാൻ എന്തോ സംഭവം പറഞ്ഞിട്ട് മാറിയ സമയത്താണ് ഇങ്ങനെ വീണത്. നല്ല സുഖമായിരുന്നു. എല്ലാം കൂടെ ആയപ്പം സെറ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ വീണ സമയത്ത് അമ്മയും കൊച്ചുമൊക്കെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. വസൂട്ടാൻ ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോൾ വസുവിന് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഡ്ഡലി മതിയോ എന്ന്. അങ്ങനെ കുഞ്ഞു കിണ്ണങ്ങളൊക്കെ എവിടെന്നെങ്കിലൊക്കെ തപ്പി പിടിച്ചോണ്ട് വന്ന് ഞാൻ കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നോക്കിയപ്പം അത് അടയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആദ്യത്തെ തട്ടിൽ തന്നെ അത് വെച്ചിട്ട് അടയ്ക്കാൻ നോക്കിയപ്പോൾ അടഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്തത് എന്ത് കാരണം കൊണ്ടാണ്, അപ്പോൾ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണ് എന്നെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരുപാട് സമയം എടുത്ത് ഞാൻ വീഡിയോ എടുത്തതാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉഴപ്പിയൊന്നും എടുത്തൊരു വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എന്ന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാവേ. ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.